ഞാൻ ദേവൻ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഇവിടെ പടം വരയ്ക്കാനാണ്. എൻ്റെ വീടിൻ്റെ ഭിത്തിയാണ് മതില്, ഭിത്തിയല്ല മതില്, അതിൽ പടം വരയ്ക്കാനാണ്. ഞാൻ ഒരു സാധാരണ ഒരു നേച്ചറിന്റെ പടമാണ് വരയ്ക്കുന്നത്. നേച്ചർ എന്ന് പറയുമ്പോൾ നേച്ചറിലുള്ള ഈ കരിയും ഇങ്ങനെ ചീനിയിലയൊക്കെ വെച്ചാണ് വരയ്ക്കുന്നത്. അതിൻ്റെ കൂടെ ചോക്കും ഉണ്ട്, അതൊക്കെ വെച്ച് വരയ്ക്കാം. അപ്പം എൻ്റെ പടം എല്ലാവരും വരയ്ക്കുന്ന കാണാം. ഞാൻ വരയ്ക്കുവാണ്. ആദ്യം ചോക്ക് വെച്ചൊന്ന് നമ്മൾ ഇങ്ങനെ വര ഇട്ട് കൊടുക്കണം. അഥവാ തെറ്റിപ്പോയാലും ചോക്ക് ഇങ്ങ് മായ്ക്കാൻ പറ്റും. കരി വെച്ച് അങ്ങനെ മായ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോക്ക് വെച്ചത്. ഇതിനി പച്ച കൊടുക്കാനുള്ളത്. ഞാൻ ഇനി ഈ പടം നോക്കിയാണ് വരയ്ക്കുന്നത്. ഈ പടമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് സ്കെച്ചിങ് ഇട്ടതേ ഉള്ളൂ. ഇനി ഞാൻ ഇതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കും. ഇതിങ്ങനെ ഒരു ചരിവായതുകൊണ്ട് ഇരിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. പാർട്ടിക്കാരുടെ പേപ്പറൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്, മൈദയും ഒക്കെ. അതുകൊണ്ട് നമ്മൾ അതെല്ലാം നോക്കി വന്നിരിക്കുന്നു. അത് ഞാൻ ഈ സൈഡിലുള്ള പോച്ചയൊക്കെയാണ് വരയ്ക്കുന്നത്. പതുക്കെ പതുക്കെ വരച്ചാലേ നമുക്ക് എല്ലാം നല്ലതായിട്ട് പറ്റത്തുള്ളൂ. സ്പീഡിൽ അങ്ങ് വരച്ചു പോയാൽ കുളമായിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പതുക്കെ വരയ്ക്കുന്നത്. ഇതിന്റെ നടുക്കുവശം അറിയാനായിട്ട് നമുക്കൊരു വര പോലെ ഇടണം. അപ്പൊ ഞാനത് ഇടുന്നു. ഇവിടെ നമുക്ക് കറക്റ്റ് ഒന്ന് ചെയ്താലേ നമുക്ക് ഇവിടെയൊക്കെ നല്ലതായിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ പുഴ വരച്ചോണ്ടിരിക്കുകയാണ്. പുഴയുടെ ഈ വളവും തിരിവൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പാട്. ഈ വളവും തിരിവൊക്കെ ചെറുതായിട്ട് നല്ല ചോക്കൊക്കെ നല്ലതായിട്ട് പിടിച്ചു വേണം വരയ്ക്കാൻ. അല്ലെ ഒന്നിങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഒക്കെ അതെല്ലാം നോക്കി കറക്റ്റായിട്ട് വരും. അടുത്തോട്ട് വരുന്നതോറും വലിപ്പം കൂടുന്ന രീതിയിലാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അങ്ങനെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഞാൻ ഈ വരച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ കളറിലാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് കളർ അടിക്കാം. അത് ഈ സൈഡിലെല്ലാം നമുക്ക് പച്ച അടിക്കണം. അപ്പൊ ഈ പച്ച ഞാൻ ചീനിയില ഇങ്ങനെ ആക്കിയിട്ടാണ്. ഇതിൽ കുറച്ചൊക്കെ വെള്ളം ഒന്ന് ചേർക്കുക. അപ്പൊ ഡാർക്ക് പോലത്തെ പച്ച കിട്ടും. അല്ലാതെ ഇങ്ങനെ പച്ച കിട്ടും. ചീനിയില വെച്ച് മാവില വെച്ചും കിട്ടും. പക്ഷെ മാവില ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞാക്കി ഇരിക്കും. അപ്പൊ ഞാൻ അതുകൊണ്ട് ചീനിയില വെച്ചാണ് ഇങ്ങനെ കളർ അടിച്ചത്. ഈ പച്ച കിട്ടാനായിട്ട് ഞാൻ ചീനിയില വെച്ചാണ് തേക്കുന്നത്. നമ്മൾ ഈ ചീനിയില വെച്ചിട്ട് ഈ കരയെല്ലാം, പുഴയുടെ കരയെല്ലാം നമ്മൾ പച്ച അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് കളർ അടിക്കാനുള്ളത് ഈ പുഴയും ഈ പോച്ചയും മലകളും പിന്നെ ഈ സൂര്യനും ആകാശവും ഒക്കെയാണ്. അതൊക്കെ നമുക്ക് കളർ അടിച്ചെടുക്കാം. നമ്മൾ കുറച്ചൊക്കെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ മലയ്ക്കകത്ത് ചെറിയായിട്ടൊക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. താഴെ എല്ലാം കളർ അടിച്ചിട്ടേ ഉള്ളൂ, ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പുറത്തെ മലയ്ക്കൂടെ ചെറുതായിട്ടൊന്ന് ഡീറ്റെയിലിംഗ് ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുവാണ്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വായിച്ച് വായിച്ചതിന്റെ കൈയെല്ലാം കരിയൊക്കെയാണ്. തീരാറായിട്ടുണ്ട്. ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ളൂ നമുക്കിങ്ങനെ വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് ഈ പോച്ചയുടെ ഒക്കെ
ഡീറ്റെയിലിംഗ് ഒക്കെ വരച്ചു പോകുമ്പോ പേപ്പർ വെച്ച് കയ്യിലെല്ലാം കയ്യെല്ലാം കറുത്തൊക്കെ പതുക്കെ പതുക്കെ ഓരോന്ന് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഞാൻ വരച്ച പടം. നോക്കിക്കോ, ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ ഇഷ്ടമായോ ഇഷ്ടമായില്ലയോ എന്ന് കമന്റ് ചെയ്യണം. പിന്നെ എന്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ ഇഷ്ടമില്ലാത്തവരും ഇഷ്ടമുള്ളവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ ബൈ.